ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫൈനൽ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഇവർ അയാളുടെ മുടി പിച്ചെടുക്കാൻ പോകുന്ന സമയത്ത് അവൻ ബോധം കെട്ട് വീണ് കാണും. അതിനുശേഷം ഇപ്പൊ അവന് ഹോസ്പിറ്റലാക്കുമ്പോഴാണ് ഇവൾക്ക് അപ്പോഴായിരിക്കും അറിയുന്ന അവന് ബ്രെയിൻ ഡിസീസ് ഉണ്ടെന്ന്. അതോടെ അവളും മൊത്തം തകർന്നു പോകുമ്പം ഇതേ സമയം അവന്റെ അമ്മയായിട്ട് ജീവിച്ച ആ ചേച്ചിയാണ് അതിനേക്കാൾ വലിയ സങ്കടത്തിലായിരിക്കും. അങ്ങനെ ജെയ്മിയും ഇതിനുമോ ചെയ്തേക്ക് ആലോചിച്ച് നോക്കുമ്പോഴാണ് അവന്റെ മൂക്കിൽ നിന്ന് ചോര വന്നേം ഇടയ്ക്കിടയ്ക്ക് അവന് വയ്യാതെ എന്നൊക്കെ ആലോചിച്ച് സത്യത്തിൽ ഈ അസുഖം അവന് മുമ്പേ ഉണ്ടായിരുന്നെന്ന് ഇവൾക്ക് മനസ്സിലാവും. അങ്ങനെ കൂടെ നടന്നിട്ട് എനിക്ക് ഇതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് അവൾ ഈ ചേച്ചിയോടൊന്ന് അവൾ അടിക്കാൻ പറയുമ്പോഴാണ് ആ ചേച്ചിയാണ് ഇപ്പൊ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. അതിന്റെ ഇടയ്ക്ക് ഇവളും കൂടെ കയറി എന്നെ അടിച്ചാൽ എനിക്ക് സമാനമാകത്തുള്ളെന്ന് പറഞ്ഞ് അവൾ ഓരോന്നൊക്കെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കും. അവന്റെ അസുഖത്തിനെ കുറിച്ചൊന്നും അറിയാതെ അവൻ മരിച്ചാൽ ഇവൾക്ക് സമ്മാനം കിട്ടത്തുള്ളെന്ന് അവനോട് തന്നെ നേരിട്ട് പറഞ്ഞെന്ന്. അങ്ങനെ ഈ ഒരു ഡയലോഗ് കേട്ട ഉടനെ ആ ചേച്ചി അപ്പത്തന്നെ ഒറ്റരടി അങ്ങ് വെച്ചു കൊടുക്കും. അതിനുശേഷമായിരിക്കും അവൾക്ക് സമാധാനമാന്ന്. എന്നിട്ട് ജീഹ അവളുടെ അടുത്തേക്ക് ചെന്ന് സമ്മാനപ്പെടുത്തുമ്പോഴാണ് അവളാണ് ഹേജോ നിർത്തിവെച്ച കാര്യം അവൾ തീർത്തു തരുമെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അങ്ങേറെ മുടിയെടുക്കാൻ വേണ്ടി വീണ് ശ്രമിക്കും. അങ്ങനെ അദ്ദേഹം ഇപ്പൊ വീട്ടിലുള്ള സമയം നോക്കി ഇവൾ അവിടെ ചെന്ന് മുടി പിച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് അങ്ങേരാണ് ഇതും വിഗ് എന്ന് പറഞ്ഞ് പൊത്തി പിടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവൾക്ക് എന്താണെന്നറിയാതെ ഇവളുടെ ഫേസിനകത്ത് തുപ്പിയാല് അവൾ ഇവിടെ നിന്ന് പോകത്തുള്ളെന്ന് പറയും. ഇതോടെ അങ്ങേര് ഇവളുടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവളുടെ ഫേസിനകത്ത് അങ്ങ് തുപ്പും. അതിനുശേഷം സന്തോഷത്തെ അവളും ഇതും കൊണ്ട് DNA ടെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവൾ പോയ അതേ സമയത്തായിരിക്കും ഹേജോയുടെ ഹാർട്ട് ബീറ്റ് മൊത്തത്തിൽ സ്റ്റോപ്പ് ആണ്. ഇത് കണ്ട് ആ ചേച്ചിയും പേടിച്ചു പോയി പെട്ടെന്ന് ഡോക്ടറിനെ വിളിക്കുമ്പോഴാണ് അവസാനം അവെല്ലാം ഷോക്ക് കൊടുത്ത് അവനെ ജീവൻ തിരിച്ചുകൊണ്ടുവരും. അങ്ങനെ അവസാന നിമിഷം വരെ അവൻ മരിച്ചുപോയെന്ന് ഇവരൊക്കെ പേടിച്ചിരുന്ന്. അങ്ങനെ ആ വിഷമത്തിൽ ഇവരെ വിട്ടിരിക്കുമ്പോഴാണ് അവളും DNA കൊടുത്ത സന്തോഷത്തിൽ ഇവനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് അവനാണ് അവളെ കാണത്തില്ല. ഇതോടെ അവളും പുറത്തിരിക്കുന്ന ചേച്ചിയെ കണ്ട് അവൻ അവിടെ നിന്ന് ചോദിക്കുമ്പോഴാണ് അവൻ മരിക്കാൻ പോയ സമയത്ത് ഇവൾ അവിടെ ചുറ്റി കറങ്ങുമായിരുന്നു ആ ചേച്ചി വഴക്ക് പറയും. അങ്ങനെ അവൾ എന്ത് റീസൺ പറഞ്ഞാലും ഹേജോ ജീവനോട് ആദ്യം ഉണ്ടായി മാത്രമേ ഈ DNA ടെസ്റ്റ് എടുക്കുന്നതൊക്കെ കാര്യമുള്ളെന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. കാരണം ഇവരവളെ കുറെ പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവളാണ് ആ കാര്യത്തിൽ ബിസി ആയതുകൊണ്ട് ഫോൺ എടുത്ത് കാണത്തില്ല. അങ്ങനെ ആ ദേഷ്യത്തെ അവരും ഇപ്പൊ തൊട്ട് ഹേജോനെ കാണാൻ സമ്മതിക്കാതെ അവരകത്തേക്ക് കയറി ചെല്ലും. ഇതോടെ അവളും വിഷമിച്ച് ഹേജോന്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറാൻ നോക്കുമ്പം അവിടുത്തെ സ്റ്റാഫാണ് അവനെ ഇപ്പൊ VIP റൂമിലേക്ക് മാറ്റിയതുകൊണ്ട് അവർ അനുവാദമല്ലാതെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറയും. ഇതേ സമയം നമ്മുടെ ഹുങ്ങാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവനിപ്പോ മൊത്തത്തിൽ പട്ടിണി കിടക്കുക. അങ്ങനെ വീട്ടിൽ നിന്ന് അവന് ഫോൺ വന്നാലും അവനത് അറ്റൻഡ് ചെയ്യത്തില്ല. ഇത് കണ്ട് അവനെ ഓർത്ത് അവന്റെ അമ്മ ഇവിടെ മൊത്തത്തിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ജോണായിരിക്കും അവരൊന്ന് സമാധാനപ്പെടുത്തുന്നത്. അതിനുശേഷം രാത്രി ചേച്ചിയില്ലാത്ത സമയം നോക്കി ജീഹയാണ് അവന്റെ കാർഡ് കൊടുത്ത് ഇവളെ ചെന്ന് ഹേജോനെ കാണാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തിൽ അവനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവനാണ് ഇപ്പോഴും ബോധമില്ലാതെ കോമയിൽ തന്നെ കിടക്കുക. അതുകൊണ്ട് അവളും വിഷമിച്ച് അവന്റെ അടുത്ത് തന്നെ ഇരിക്കുമ്പോഴാണ് ഇതിനുമ്പോ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അവന് മരിക്കുവാണ് ഈ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്ന അവന് ഒട്ടും തന്നെ താല്പര്യമില്ലെന്ന്. കാരണം അവന്റെ ആഗ്രഹം ആകാശമൊക്കെ കണ്ടോണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് മരിക്കുന്ന. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവളും ഇവനെ ഈ ഹോസ്പിറ്റലിൽ തന്നെ കിടത്താൻ നല്ലതല്ലെന്ന് പറഞ്ഞ് അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഇവൾ ആരും അറിയാതെ അവനെ പൊക്കിയെടുത്തോണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ കുറച്ചുപേര് ഇവളെ സംശയത്തോടെ നോക്കുമ്പോഴാണ് ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അവനെ മൊത്തത്തിൽ മറച്ചു വെച്ച് പുറത്തേക്കും കൊണ്ടുപോകും. അതിനുശേഷം ടാക്സി പിടിച്ച് ഇവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് മിക്കുള്ളത് അതെന്തോ ഡെഡ് ബോഡിയാന്ന് പറഞ്ഞ് അവര് പേടിച്ച് അവിടെ നിന്ന് പോകും. പക്ഷെ ഇവളാണ് അവൻ ഇതുവരെ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് വേറെ ടാക്സിയൊക്കെ വിളിക്കാൻ നോക്കുമ്പോഴാണ് അവസാനം വരെ ഒറ്റ മനുഷ്യന് വണ്ടി നിർത്തത്തില്ല. അതോടെ അവളും കരഞ്ഞോണ്ട് ഇവന്റെ ഡ്രീം എങ്ങനെ സഹായിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴായിരിക്കും മറ്റേ ചേച്ചി ഇവളെ കുറെ പ്രാവശ്യം ഫോൺ വിളിക്കുന്ന അവൻ ഹോസ്പിറ്റലിൽ നിന്ന് കാര്യം അറിഞ്ഞിട്ട്. അങ്ങനെ ഇത് കണ്ട് അവളും ഫോൺ എടുക്കാതെ ഇവനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകാനാണ് നോക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ ഹുങ് ഇവളെ ഫോൺ വിളിക്കുമ്പോഴാണ് ഇവൾക്കും കരച്ചിൽ വന്നിട്ട് ഈ സമയത്ത് എന്തിനാ ഇവൻ വിളിക്കുന്നതെന്ന് അവന്റെ ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല. പക്ഷെ അവനാണ് പാവം ഇപ്പം അവൾക്ക് വേണ്ടി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയെന്ന് പട്ടിണി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ ഹേജോന് ബോധം വരുമ്പോഴാണ് അവനെ എന്തോ കൊല്ലാൻ പോന്നെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് സംസാരിക്കും. അങ്ങനെ ഇവന് ബോധം വന്നെന്ന് അറിഞ്ഞുടനെ അവള് സന്തോഷത്തി ഒരു സെക്കൻഡിന് പേടിപ്പിച്ചെന്ന് പറഞ്ഞ് അവനെ കിസ് ചെയ്യും. അതിനുശേഷം അവളും ആ മൂന്നാമത്തെ വ്യക്തിയും ഇവന്റെ അച്ഛനിൽ നിന്ന് അറിഞ്ഞ ശേഷം വെറുതെ അയാളുടെ തുപ്പലെടുക്കാൻ പോയി ഇവന്റെ കൂടെ നിൽക്കാൻ പറ്റാത്തത് അവൾക്ക് വിഷമമെന്ന് പറയും. അപ്പോഴാണ് അവനും മരിക്കാൻ പോകുന്ന മുമ്പ് എന്തായാലും അച്ഛനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവന്റെ ലിസ്റ്റിലുള്ള നാലാമത്തെ വ്യക്തിയെ കാണാൻ വേണ്ടി തീരുമാനം എടുക്കും. അങ്ങനെ അതിനുവേണ്ടി അവന്റെ കാറിന്റെ താക്കോൽ വാങ്ങിക്കാൻ ജീഹയെ കാണാൻ പോകുമ്പോഴാണ് അവനാണ് ഹേജയെ കണ്ടിട്ട് മൊത്തം ഷോക്കായി പോകും. ഇപ്പോഴെങ്കിലും നിനക്ക് ബോധം വന്നെന്ന് പറഞ്ഞ് അവൻ വിഷമിച്ച് ഹഗ് ചെയ്യുമ്പോഴാണ് ജീഹയ്ക്കാണ് ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് കുറെ ഫോൺ കോളെന്നാണ്. അതുകൊണ്ട് അവനിവിടെ പേടിച്ചിരിക്കുമ്പം എന്തായാലും ഈ കാര്യം നീ തന്നെ നോക്കിക്കോണെന്ന് ഹേജോ അങ്ങ് പിന്മാറും. അങ്ങനെ ആ പോകുന്നതിന് മുമ്പ് ജീഹോവും പുറന്ന് ഹഗ് ചെയ്തിട്ട് നിന്നേക്കാൾ വയസ്സിന് മൂത്തയാണെങ്കിലും ഞാൻ എപ്പോഴും നിന്റെ അസിസ്റ്റന്റാന്ന് പറഞ്ഞ് അവനും കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഹേജോ അവന്റെ അച്ഛനെ കണ്ടുപിടിച്ച ശേഷം തിരിച്ച് ഇവിടെ തന്നെ വരണമെന്ന് അവന് പ്രോമിസ് ചെയ്യാൻ പറയുമ്പോഴാണ് ഹേജോയ്ക്കാണ് ചെറിയ വിഷം വന്നിട്ട് അവന് വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് രണ്ടുപേരും പോകുന്ന വഴിക്ക് ഫുൾ അത് ട്രിപ്പായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവർ നാലാമത്തെ വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി പോകുമ്പോഴാണ് ഇവിടെ ഹുങ്ങും അവളായിട്ടുള്ള എല്ലാ മെമ്മറീസ് മറക്കാൻ വേണ്ടി അവരെടുത്ത ഫോട്ടോസ് എല്ലാം കൂടെ അവൻ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഇവരും പോകുന്ന വഴിക്ക് തന്നെ ഷോപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞ് കുറെ കടകളിലൊക്കെ ഇറങ്ങുമ്പോഴാണ് അവനാണ് ജെയ്മിയെ കണ്ട് ഈ ലുക്ക് ഇവൾ ചേരത്തില്ലെന്ന് പറഞ്ഞ് അവൾക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും. കാരണം
കാരണം അവനിപ്പോൾ അവൾ വിളിച്ചോണ്ട് വന്ന ഇവന്റെ അച്ഛനെ കണ്ടെത്താൻ വേണ്ടിയല്ല, അതിനുപകരം ഇവളുടെ അമ്മയുടെ വീട്ടിലേക്കാ. കാരണം അവസാനം അവൻ ഇപ്പോഴേ അറിയാമെന്ന് ഇവൾ അനാഥാശ്രമത്തിലാക്കിയ അമ്മ എവിടെ ഉള്ളതെന്ന്. അതുകൊണ്ട് അവന് വിഷമല മനസ്സ് വെച്ചോണ്ട് ഇവളുടെ അടുത്ത് സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ഇവരും പോകാനുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് അവളാണ് ഒരേശ അദ്ദേഹം ഇവന്റെ അച്ഛനാണെങ്കിൽ അങ്ങേരോട് എങ്ങനെയൊക്കെയാ സംസാരിക്കേണ്ടതെന്ന് ഇവളോടൊന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് അവനും കുറച്ച് വിഷമം വന്നാലും വീടെത്തിന് ശേഷം ഇവള് തന്നെ അങ്ങേരോട് പോയി സംസാരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവളും DNA ടെസ്റ്റിന് വേണ്ടി വന്നേക്കുവന്ന് അങ്ങേരോട് സംസാരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ആ ഡോർ തുറന്നു വരുന്നത് ഇവളുടെ അമ്മയായിരിക്കും. അങ്ങനെ ആ ലേഡിയെ കാണുമ്പോൾ ഇവൾക്കും പെട്ടെന്ന് ഇമോഷണലായിട്ട് എന്തോ അറ്റാച്ച് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ ആ ലേഡിക്ക് ജെയ്മി അവരുടെ മോള് നല്ലോണം അറിയാം. അതുകൊണ്ട് അവരാ ഷോക്ക് ഇരിക്കുമ്പോഴാണ് അതേസമയം തന്നെ ഹേജ വന്ന വഴി കഴിഞ്ഞെന്ന് പറഞ്ഞ് ആ വണ്ടി എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ജെയ്മിയും കരഞ്ഞോണ്ട് ഇതിന് വേണ്ടിയാണോ ഷോപ്പിങ്ങിനൊക്കെ വിളിച്ചോണ്ട് എൻ്റെ അടുത്ത് സന്തോഷിച്ച് സംസാരിച്ചതെന്ന് അവൾ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. പക്ഷെ അവനാണ് അതൊന്നും കേൾക്കാതെ അവളുടെ ജീവിതം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ കുറച്ചു ദൂരം പോയി അവൻ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഹുങ്ങാണ് ഇവന്റെ അടുത്തേക്കൊന്ന് ഇവനെ സമാനപ്പെടുത്തും. അപ്പോഴാണ് അവനും കരഞ്ഞോണ്ട് ഈ തവണ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ അവളെ ദ്രോഹിച്ചെന്ന് പറഞ്ഞ് ആ വീണ്ടും കരയുമ്പം ഹുങ്ങായിരിക്കും അവനെ സമാനപ്പെടുത്തി കരയായിരിക്കാൻ പറയുന്നത്. അതേസമയം ആ ലേഡി ഇവള് പുറത്തേക്ക് വിളിച്ചോണ്ടെങ്കിൽ സംസാരിക്കും. കാരണം അവരിപ്പോ ഒരു ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത്. അങ്ങനെ ഇവളെ കണ്ട പ്രശ്നം വരും പറഞ്ഞ് അവൾ ദൂരേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവളും നിങ്ങളെന്റെ അമ്മയാണെന്ന് പറഞ്ഞ് അവരോട് ചോദ്യം ചെയ്യും. പക്ഷെ അവരാണ് തിരിച്ചൊന്നും പറയാതെ ഇവളെ നോക്കി ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൾക്കും അത് മനസ്സിലായിട്ട് സത്യത്തിൽ അമ്മയാണ് അല്ലെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ചോദ്യം ചെയ്യും. പക്ഷെ അവർ ഇവളെ കണ്ട സന്തോഷത്തിൽ അവളോട് അതിനോട് ഉത്തരം പറയാതെ അവിടെ നിന്ന് പോകും. അതോടെ ഇവള് മൊത്തത്തിൽ കരഞ്ഞോണ്ട് അമ്മയല്ലെങ്കിൽ പിന്നെ എന്നെ ഇങ്ങനെ നോക്കിയെന്ന് പറഞ്ഞ് അവള് കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഹേജ് അവിടെ പോയെന്ന് പറഞ്ഞ് അവള് മൊത്തത്തിൽ അപ്സെറ്റ് ആകുമ്പോഴാണ് ജീഹയാണ് പെട്ടെന്ന് ഇവളെ ഫോൺ വിളിച്ച് ഇവൾ അവിടെ തിരക്കും. അങ്ങനെ അവള് ലൊക്കേഷന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ജീഹയും ഇപ്പൊ തന്നെ ഒരു ടാക്സി പറഞ്ഞയച്ച് ഇവൾ ഇങ്ങോട്ടേക്ക് വരുത്തിപ്പിക്കാൻ പോകാന്ന് പറയും. കാരണം ഇവന്റെ കൂടെ ഇപ്പൊ ഹുങ്ങിന്റെ അമ്മയാണുള്ളത്. അങ്ങനെ ജെയ്മി അവിടാണുള്ള അവിടെ ആയിരിക്കും ഹുങ് എന്ന് പറഞ്ഞ് അവരിപ്പോ ആ വിശ്വാസത്തിലുള്ള. ഇതേസമയം ഇവിടേക്ക് വരുന്ന ചേച്ചിയാണ് ഹേജിയും വിളിച്ചോണ്ട് ജെയ്മി എവിടെ പോയേക്കോന്ന് പറഞ്ഞ് ഇവനോടും ദേഷ്യപ്പെടും. അതോടെ ഇവർ രണ്ടുപേർക്കിടയിൽ അവമൊത്തത്തിൽ അകപ്പെട്ടു പോകും. അതേസമയം ഹുങ് ഹേജും കൂടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് അടിക്കാൻ പോകുമ്പോഴാണ് അവനാണ് ഇനി ജെയ്മി കൂടുതലാത്തോണ്ട് പിന്നെ അവന്റെ അച്ഛനെ കണ്ടെത്താൻ പോകുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് ഹുങ്ങും എങ്കിൽ പിന്നെ ആദ്യം ഫുഡ് കഴിക്കുന്ന പറഞ്ഞ് അവന് വാരി കൊടുക്കുമ്പം അവനാണെ ഫുഡ് കഴിക്കത്തില്ല. ഇതോടെ അവനും കുറച്ച് വിഷമത്തി. അപ്പൊ കൊച്ചിലെ തൊട്ടേ നീ അമ്മ പറയുന്നത് കേട്ടാണത്തില്ലെന്ന് അവൻ ചുമ്മാ തമാശക്ക് പറയും. ഇത് കേട്ട് അവൻ പെട്ടെന്ന് സാഡായി ആ സത്യം എങ്ങനെ നിനക്കറിയാന്ന് പറഞ്ഞ് അവൻ പഴയ ഫ്ലാഷ് ബാക്ക് എടുത്ത് പറയും. ഇവൻ അവന്റെ ഫാമിലി ആയിട്ട് സന്തോഷിച്ച് ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവനാണ് ഒരു ദിവസം അവന് കൂട്ടിന് ഒരു അനിയനോ അനിയത്തിയോ വേണമെന്ന് പറഞ്ഞ് അവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞാണ്. അങ്ങനെ ഇവന്റെ സന്തോഷത്തിന് വേണ്ടി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് അച്ഛന്റെ സ്പേം യൂസ് ചെയ്ത് കൊച്ചിനെ ജനിപ്പിക്കാൻ തീരുമാനിച്ചാണ്. പക്ഷെ അപ്പോഴായിരിക്കും അവരാ സത്യം അറിയുന്നത്. ഇവർക്ക് ജനിച്ച ഹേജോ ആണ് സത്യത്തിൽ ഇവർക്ക് ജനിക്കേണ്ട മകനല്ല, അത് വേറൊരു വ്യക്തിയുടെ മകന്. അങ്ങനെ ഇവൻ കാരണമാണ് അവരാ സത്യം അറിയാൻ വന്നത്. അതോടെ അമ്മയാണ് മൊത്തത്തിൽ വിഷമിച്ച് അവ സ്വന്തം മോനിൽ നിറഞ്ഞ ഉടനെ അവര് മൊത്തത്തിൽ സങ്കടത്തിലാവും. ഇതേസമയം അച്ഛൻ ഈ സത്യം എന്നറിയാതെ ഹേജന്റെ കൂടെ സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കാണുന്ന അമ്മയ്ക്കാണ് മൊത്തത്തിൽ വെറുപ്പായിരിക്കും. അങ്ങനെ ഒരു അമ്മയോട് പറഞ്ഞ അതേ കാര്യം ഇവൻ അച്ഛനോടും പറയുമ്പോഴാണ് അച്ഛനാണ് ഞാനറിയാം നിങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞ് അച്ഛൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് തിരക്കും. അപ്പോഴാണ് അദ്ദേഹം അറിയാൻ വരുന്നത് ഇവൻ അദ്ദേഹത്തിന്റെ മോനല്ലെന്ന്. അങ്ങനെ ആ കാര്യം ഭാര്യയോട് ഞാൻ സംസാരിക്കുമ്പം ഇവർ തമ്മിൽ തർക്കമാവും. കാരണം സ്വന്തം മോനല്ലെന്ന് അറിഞ്ഞാൽ പോലും ഇങ്ങേര് ഹേജനെ സ്വന്തം കൊച്ചായിട്ടല്ലേ നോക്കത്തുള്ളെന്ന് അമ്മ അതും പറഞ്ഞ് തർക്കിക്കുമ്പം അച്ഛനാണ് സ്വന്തം മോനല്ലെങ്കിൽ അവനോട് ഞാൻ സ്നേഹം കാണിക്കുന്നതെന്ന് ഇവിടെ ഭാര്യയായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം ഹേജും കൊച്ചുപ്രായത്തിൽ തന്നെ കേൾക്കേണ്ടി വരും. അതോടെ അവന് മൊത്തത്തിൽ പേടിച്ചു പോകുമ്പോഴാണ് അന്ന് രാത്രി തന്നെ ഇവനെ ഉപേക്ഷിക്കാൻ വേണ്ടി അവന്റെ അമ്മ അവന്റെ അടുത്തേക്ക് വരും. അങ്ങനെ പുറത്തുപോയി ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞ് അവന് വിളിക്കുമ്പം ഇവനാണ് സത്യം മനസ്സിലായി അവൻ വരുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ അവന്റെ അമ്മ സൂസൈഡ് ചെയ്ത് മരിച്ചു പോകും. അങ്ങനെ ഇതോടെ അച്ഛൻ മൊത്തത്തിൽ തകർന്നു പോകുമ്പോഴാണ് ഇവനും കരഞ്ഞോണ്ട് അവന്റെ അച്ഛനെ തൊടുമ്പം അദ്ദേഹം ഇപ്പൊ അവനെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങനെ ഭാര്യ മരിക്കാൻ കാരണം ഇവനാന്ന് അറിഞ്ഞ ഉടനെ അന്നോട്ട് ഇവന്റെ അടുത്ത് പിന്നെ മിണ്ടത്തേ ഇല്ല. പക്ഷെ സ്വന്തം മോനായിട്ട് കൂടെ തന്നെ അദ്ദേഹം വീട്ടിൽ തന്നെ വളർത്തിക്കൊണ്ടുവരും. എന്നാലും അവന് അച്ഛൻ ഇതുവരെ മിണ്ടാത്തത് അവന് നല്ല സങ്കടം കാണും. അങ്ങനെ ഒരു ദിവസം അവൻ കോളേജും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അന്നെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി അവന്റെ അച്ഛൻ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഒരു ദിവസം അദ്ദേഹം ഇന്ന് വന്നില്ല. അവൻ പിന്നെ വീട്ടിലേക്കും പോകത്തില്ലെന്ന് തീരുമാനം എടുക്കും. അതേപോലെ കുറെ സമയമായിട്ടും അവന്റെ അച്ഛൻ അവിടെ വരാത്തോണ്ട് ഇവനാണ് അന്ന് ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. അതിനുശേഷം പൈസ ഒന്നും ഇല്ലാതെ ഇവൻ പട്ടിണി കിടന്ന് മരിക്കുമായിരുന്നു പറയുമ്പം ഇതെല്ലാം കേൾക്കുന്ന ഹുങ്ങാണ് പിന്നെങ്ങനെ ഇവന് ഫുഡ് കിട്ടുകയും ചോദിക്കും. അപ്പോഴാണ് അവൻ ആ സമയത്ത് ഏഞ്ചലിനെ പോലെ ഒരാളെന്ന് രക്ഷിച്ച കാര്യമൊക്കെ പറയുന്നത്. അങ്ങനെ അതായിരുന്നു ആ ചേച്ചി. അങ്ങനെ അവരാണ് ഇവന് സ്നേഹമൊക്കെ കൊടുത്ത് ഇവൻ എത്രയും വളർത്തിയത്.
അങ്ങനെ അതും പറഞ്ഞ ഹുങ്ങായിട്ട് സംസാരിച്ചോണ്ട് വരുമ്പോഴാണ് ഇവിടെ ജീഹയാണ് ജെയ്മിക്ക് 8ന്റെ പണിയായിരിക്കും തന്നെ. അങ്ങനെ ചേച്ചിയും ഹുങ്ങിന്റെ അമ്മയും കൂടെ അവരുടെ മകൻ അവിടെ പോയി ഇവളെ ചോദ്യം ചെയ്യുമ്പോൾ ഇവൾക്കാണ് ഒന്നും അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ചേച്ചിയും ആശുപത്രി വെച്ച് ഹേജ് ഇവളായിട്ട് എവിടെയൊക്കെ വന്നെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ആ കാര്യമൊക്കെ ഇവരോട് പറയും. അവൻ ഇവളുടെ അമ്മയെ കണ്ടുപിടിച്ച് ഇവളവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് ഫാമിലി ഉള്ളതുകൊണ്ട് ഇവൾ സ്വന്തം മകളാന്ന് അറിഞ്ഞിട്ടും അവളെ മൈൻഡ് ചെയ്തില്ലെന്ന് പറയും. കൂടാതെ അവൾ ഇപ്പോഴറിഞ്ഞ് ഇവൾ എന്നാണ് അനാഥാശ്രമത്തിലാക്കിയ അന്നായിരുന്നു ഇവളുടെ ബർത്ത്ഡേ. അവളുടെ ബർത്ത്ഡേ തന്നെ അവൾ ഉപേക്ഷിച്ചിട്ട് പോയ. അങ്ങനെ ഈ കാര്യം അവൾ ഇവരോടൊക്കെ പറയുമ്പം ഇത് കേട്ട് ഹുങ്ങിന്റെ അമ്മയാണ് ദേഷ്യത്തി ആ നാണില്ലാത്തവർക്കെതിരെ ഇപ്പൊ തന്നെ കേസ് ഇടണമെന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഇത് കേട്ട് ജെയ്മിക്ക് കുറച്ച് സന്തോഷം വരുമ്പം ചേച്ചിയും ജീഹയും കൂടെ ദേഷ്യത്തി അവരെ വെറുതെ വിടലെന്ന് പറയുമ്പം ഇവളാണ് മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും പേരുള്ളത് ഇപ്പോഴാ സന്തോഷപ്പെടുന്നതെന്ന് അവള് കുറച്ച് ധൈര്യത്തിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ചേച്ചി കഴിക്കാൻ വേണ്ടി ഫുഡായിട്ട് ഹേജു ഹുങ്ങുമായിട്ട് വരും. അങ്ങനെ ഇവന്മാർ അവിടേക്ക് വന്ന ഉടനെ അവന്മാരൊക്കെ അത് അതോടെ ക്ലോസ് ആയി. അങ്ങനെ ചേച്ചിയും ഈ സീരിയസ് ആയ സിറ്റുവേഷന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോൻ എങ്ങനെ മനസ്സൊന്നെന്ന് അവനെ വഴക്കുറയുമ്പോഴാണ് അവനാണ് ഇവനെ വെറുക്കാൻ വേണ്ടി കുറച്ചില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. പണ്ട് ഇവന് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ തന്നാലും സത്യത്തിൽ ഇവൻ അവര് അന്യനായിട്ടേ കണ്ടുള്ളെന്ന്. അങ്ങനെ അതും പറഞ്ഞ് അവൻ പോകാൻ നോക്കുമ്പം ചേച്ചിയാണ് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും അവന്റെ മനസ്സിലെന്തോ വിചാരിക്കുന്നതെന്ന് അവർക്കറിയാന്ന് പറയും. അതുകൊണ്ട് മരിക്കാമോ എന്ന് ഓർത്തൊന്ന് പേടിക്കണമെന്ന് പറയുമ്പം ഇവനാണെ മൊത്തത്തിൽ അങ്ങ് പൊട്ടിക്കരയും. അവൻ ഈ അസുഖത്തിന് ശേഷം ഉറക്കം പോലും വന്നിട്ടില്ല. കൂടാതെ എപ്പോഴും തലവരുക്കുന്നെന്ന് അവൻ കരഞ്ഞുകൊണ്ട് ഇവരോട് പറയുമ്പോഴാണ് ചേച്ചി അവനെ ഹഗ് ചെയ്ത് സമ്മാനപ്പെടുത്തും അവര് കൂടെ ഉള്ളവരെ ഇവനൊന്നും സംഭവിക്കത്തില്ലെന്ന്. അതേസമയം ഹുങ്ങിന്റെ അമ്മയാണ് അവനെ വിളിച്ചോണ്ട് കാറിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അവരും അവന്റെ ഫോൺ വാങ്ങിച്ചു നോക്കുമ്പോഴാണ് അത് സ്വിച്ച് ഓൺ ആയതോടെ ഇവരയച്ച മെസ്സേജ് ഫോൺ മിസ് കോൾ എല്ലാം കൂടെ പെട്ടെന്ന് ഇങ്ങനെ വന്നു കിടക്കും. ഇതോടെ ഹുങ് മൊത്തത്തിൽ പേടിച്ചു പോകുമ്പോഴാണ് അമ്മയാണ് തിരിച്ചൊന്നും പറയാതെ അവന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയും. അങ്ങനെ അവനൊന്നും മനസ്സിലാവാതെ പുറത്തേക്ക് ഇറങ്ങി നിന്നുടനെ അമ്മ പെട്ടെന്ന് ജോണായിട്ട് ആ വണ്ടിയിൽ നിന്ന് അവിടെ നിന്ന് പോകും. ഇതോടെ അവനും കുറച്ച് ശബ്ദം ഉണ്ടാക്കുമ്പം അമ്മയാണ് അവനെ ഫോൺ വിളിച്ചു പറയും ഇവൻ കുറച്ച് ദിവസം അടിച്ചു പൊളിച്ചിട്ടൊക്കെ തിരിച്ച് വീട്ടിൽ വന്നാൽ മതിയെന്ന്. കൂടാതെ ഇനി തൊട്ട് ഫോൺ മാത്രം സ്വിച്ച് ഓഫ് ആയില്ലെന്ന് അവനോട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് ജോണാണ് ഇവർ വിഷമിച്ച് കരയുന്നുണ്ട് അവന്റെ കണ്ണാടൂരി അവർ കൊടുക്കും. അപ്പോഴാണ് അമ്മയും എന്റെ രണ്ടാമത്തെ മകനായിട്ട് നീ എന്റെ കൂടെ തന്നെ കാണുമെന്ന് ജോണോട് ചോദിക്കുമ്പോഴാണ് അവനാണ് ആദ്യമായിട്ടാണ് ഇപ്പൊ ഒരാളോട് സംസാരിക്കുന്നത്. അങ്ങനെ അവൻ അമ്മയുടെ കൂടെ എപ്പോഴും ഇവിടെ തന്നെ കാണുമെന്ന് അവർക്ക് വാക്ക് കൊടുത്ത ഉടനെ ഇത് കേട്ട് അമ്മയാണ് മൊത്തം ഷോക്കായി പോകും ഇവന്റെ വായിന്നാണോ വാക്കുകൾ വന്നേന്ന്. അതിനുശേഷം ഹുങ് അകത്തേക്ക് വരുമ്പോഴാണ് അവന് ജെയ്മിയെ കണ്ടിട്ട് ഇവൻ വാങ്ങിച്ച ചെരുപ്പല്ലേ കുറച്ചും കൂടെ നല്ലതെന്ന് അവളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഹേജോയും ആ ചെരുപ്പ് ഇവനെടുത്ത് കളഞ്ഞെന്ന് ആസത്തി ഇവരോട് പറയുമ്പം ഹുങ്ങാണ് ദേഷ്യത്തി അവനടിച്ച് പഞ്ഞിക്കിട് ജെയ്മി എന്ന് പറഞ്ഞ് അവനോട് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൾ അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവന് ചേച്ചിയെ പോലെ വഴക്കുറയാൻ പോകാന്ന് പറഞ്ഞ് അവൾ വഴക്കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ അവളാണ് പെട്ടെന്ന് ഹഗ് ചെയ്തിട്ട് എന്തിനാണ് എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടും. അങ്ങനെ ഇവർ സമാനമായി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ച് പാർട്ടി ചെയ്തോണ്ടിരിക്കും. അങ്ങനെ എല്ലാരും കൂടെ സന്തോഷത്തിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന ഹേജയ്ക്കാണ് അവരെയൊക്കെ ഒരു ഫാമിലി ആയിട്ട് കണ്ട് അവ സന്തോഷപ്പെട്ടോണ്ടിരിക്കും. പക്ഷെ ഇവരെയൊക്കെ പിരിഞ്ഞു പോകുന്ന ഓർത്ത് അവൻ ഇപ്പോഴും ഒരു വിഷമമുണ്ട്. അങ്ങനെ രാത്രി എല്ലാരും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹേജോനെ പെട്ടെന്ന് വീണ്ടും തലവരുക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അവനും ഗുളിക എവിടെന്ന് പറഞ്ഞ് അന്വേഷിക്കുമ്പോഴാണ് അത് എവിടെങ്ങും കാണത്തില്ല. അതിനുശേഷം അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ശബ്ദം കേട്ട് ജെയ്മിയാണ് അവന്റെ പുറകെ ഇങ്ങനെ വരും. അപ്പോഴാണ് ഹേജോം അവൻ എവിടെ പോകുന്നറിയാതെ അവൻ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ജെയ്മി ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവനിപ്പോ എവിടേക്ക് പോകാന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവനാണ് ഇപ്പൊ തന്നെ അവന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചു പോയി എങ്കിൽ പിന്നെ കാറിന്റെ താക്കോൽ എടുത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെ അവള് മൊത്തം ടെൻഷനായി ആ താക്കോൽ തപ്പുമ്പോഴാണ് ഈ സൗണ്ട് ആയിട്ട് എല്ലാരും കൂടെ എഴുന്നേക്കും. അപ്പോഴാണ് അവള് മൊത്തത്തിൽ പേടിച്ചറിച്ച് ഹേജിക്ക് പെട്ടെന്ന് തലവൻ വന്ന് അവന്റെ അച്ഛനെ കാണാൻ പോകുന്നൊക്കെ അവൻ പുറത്തുനിന്ന് പറഞ്ഞോണ്ടിരിക്കുവാന്ന് പറയും. അങ്ങനെ അവസാനം ഇവളും താക്കോൽ എടുത്തോണ്ട് താഴെ ചെല്ലുമ്പോഴാണ് അതിന് മുമ്പേ തന്നെ അവന് ടാക്സി പിടിച്ച് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഹുങ്ങും ആ കാർ നമ്പർ നോട്ട് ചെയ്യുന്നത്. ദിനേശ് ഇവിടെ ഹേജും അവനൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അവൻ പോയേക്കുന്നത് അവനെ വളർത്തിയ അച്ഛനെ കാണാനാ. അങ്ങനെ അദ്ദേഹം അവിടേക്ക് വന്ന ഉടനെ ഇവൻ ഓടിച്ചെന്ന് അവന്റെ അച്ഛനെ ഹഗ് ചെയ്യും. അപ്പോഴാണ് അച്ഛനും പഴയതൊക്കെ മറന്നിട്ട് രണ്ടുപേരും കൂടെ ഇമോഷണൽ ആവും. അതിനുശേഷം അദ്ദേഹം അവന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകും. കാരണം ഇദ്ദേഹം ഇപ്പൊ ഡിവോഴ്സ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അങ്ങനെ അകത്ത് ഇവന്റെ അനിയത്തിയുടെ ഫോട്ടോ മാത്രമല്ലാതെ ഇവന്റെ ഫോട്ടോ ഇപ്പോഴും അവന്റെ അച്ഛൻ സുരക്ഷയായിട്ട് കീപ്പ് ചെയ്തോണ്ടിരുന്ന. അതിന്റെ കൂടെ തന്നെ ഇവൻ കൊച്ചിലെ തൊട്ട് എന്തൊക്കെയാണ് ചെയ്തത് അതെല്ലാം കൂടെ അവന്റെ അച്ഛൻ മെമ്മറീസ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുക. ഇത് കണ്ട് അവൻ മൊത്തം ഷോക്കായി പോകുമ്പോഴാണ് അവിടേക്ക് വരുന്ന അച്ഛനും ഇവന്റെ റൂം ഇപ്പോഴും പഴയതുപോലെ അതേ കണക്ക് ഇരിക്കുമെന്ന് പറഞ്ഞ ഉടനെ ഇവന് മൊത്തത്തിൽ ഇമോഷണലായി അവന്റെ മുറിയിലേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് അതെല്ലാം വൃത്തിയായിട്ട് അവൻ എങ്ങനെയാണ് കീപ്പ് ചെയ്തിരുന്നത് അതേപോലെ ഇരിക്കും. ഇതോടെ അവന് മൊത്തം സന്തോഷപ്പെട്ട് ഇപ്പോഴാ തിരിച്ച് വീട്ടിൽ വന്ന പോലെ അവന് ഫീൽ ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ഒരു തൃപ്തിയില്ലെന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടക്കുമ്പോഴാണ് അവിടുത്തെ ജനാല വഴി ജെയ്മിയാണ് ഇവനെ ഒന്ന് എത്തി നോക്കും. ഇത് കണ്ട് അവന് മൊത്തത്തിൽ പേടിച്ചു പോകുമ്പോഴാണ് ഇവൾ
എങ്ങനെ വന്നേന്ന് നോക്കുമ്പം ജീഹോനെ കുറച്ച് വണ്ടിയൊക്കെ ഒപ്പിച്ചെന്ന് ഇവളെ ഹെൽപ്പ് ചെയ്തേക്കുക. അതിനുശേഷം അവനും ഇനി അച്ഛനൊന്ന് കണ്ടെത്താൻ പോകുന്നില്ല, ഇവന്റെ യഥാർത്ഥ അച്ഛൻ ഇദ്ദേഹം എന്ന് പറയും. അങ്ങനെ ഇനി കുറച്ച് ദിവസം ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളാണ് അപ്പൊ ഞാൻ വന്നത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവനും അച്ഛനോട് പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല, വേണേ എന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോയിക്കോന്ന് പറഞ്ഞ് അവൻ അവളുടെ കൂടെ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അവന് പോകുന്ന മുമ്പേ അച്ഛൻ ലെറ്റർ ചെയ്ത് വെച്ച് കാണും അവൻ എപ്പോഴും ഇദ്ദേഹത്തിന്റെ മകനായിട്ട് തന്നെ ജീവിക്കുമെന്ന്. അതുകൊണ്ട് അച്ഛൻ അത് കണ്ട് മൊത്തം ഇമോഷനാവും. അതിനെ ശിവരണ്ടനും കൂടെ ഉള്ള സമയമെല്ലാം കൂടെ ഡേറ്റ് ചെയ്യാൻ തീരുമാനം എടുക്കും. അങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു ഹണിമൂൺ ട്രിപ്പായിട്ട് ഇവർ പുറത്തൊക്കെ ചുറ്റിക്കറങ്ങുമ്പോഴാണ് ഒരു റെസ്റ്റോറന്റിലുള്ള ടിവിക്കകത്ത് ഹുങ്ങിന്റെ അമ്മയും ജോണും കൂടെ ഫുഡിന് വേണ്ടിയുള്ള പരസ്യത്തേക്ക് വരുന്ന കാണും. അങ്ങനെ അവര് പണ്ട് ജെയ്മിയുടെ പാചകമൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ അവളുടെ സ്റ്റൈലിലെ കുക്കിംഗ് ചെയ്ത് അവര് പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടതോടെ അവൾക്ക് സന്തോഷം വരും. അതിനുശേഷം ഇവര് ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇറങ്ങുമ്പോഴാണ് ജീഹുവിന് വീഡിയോ കോൾ ചെയ്യും. കാരണം ഹേജു അവനും ചേച്ചിയും കൂടെ താമസിക്കാൻ വേണ്ടി ഒരു പുതിയ വീട് എടുത്ത് നിൽക്കുക. അതോടെ ചേച്ചിയും ദേഷ്യത്തി ഡേറ്റ് ചെയ്യണം മണ്ടെന്ന് പറഞ്ഞ് അവർ ഇവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം ഇവരുടെ ഡേറ്റും കണ്ടിന്യൂ ആവും. അങ്ങനെ രാത്രി രണ്ടുപേരും കൂടെ ടെന്റ് ഇട്ട് അവർ ആ കാറിൽ തന്നെ താമസിക്കുമ്പോഴാണ് ഇവര് ഹുങ്ങിന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കും. അങ്ങനെ അവനും ഒരു വലിയ മഞ്ഞിനകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അവിടെ നിന്ന് ലോഗ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണെ സ്നേഹിച്ചിട്ടുള്ളു, പക്ഷെ അവൾ ബ്രേക്കപ്പ് ചെയ്തോണ്ട് എനിക്ക് ധൈര്യം കിട്ടിയുള്ളെന്ന് പറഞ്ഞ് അവൻ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പം ഇത് കാണുന്ന അവൾക്ക് അങ്ങ് സന്തോഷം വരും. അപ്പോഴാണ് ഹേജോ ജലസായി ഇവനൊന്ന് ലൈക്ക് ഇട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് അവൻ ഡിസ്ലൈക്ക് ഇടും. പക്ഷെ ജെയ്മി ആയിരിക്കും അത് മാറ്റി ലൈക്കാക്കി മാറ്റുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇവരൊരു സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെ ഫുള്ള് മഞ്ഞിനകത്ത് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടാണ് കുറച്ച് ഇലകളിരിക്കുന്നിട്ട് ജെയ്മി ഇതിനകത്ത് ലക്കി ഫ്ലവർ കാണുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് 4 ലീഫുള്ള ഒരു ഇലയെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഇവരുടെ ഓരോ സൈഡ് പോയി അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഹേജിക്കാണ് ഇല കിട്ടും. അങ്ങനെ അവന് സന്തോഷത്തി ഞാനാ ഫസ്റ്റ് എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് പോകുമ്പോൾ അപ്പോഴായിരിക്കും അവന്റെ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വന്ന് അവൻ അവിടെ തന്നെ വീണു പോകും. ഈ സീനാണ് നമ്മൾ ഡ്രാമയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ അവനിപ്പോ മരിക്കാൻ പോകുന്ന അറിഞ്ഞിട്ട് എനിക്കിപ്പോ ജീവിക്കണം എന്ന് പറഞ്ഞ് ഇവന് നേരെ ജെയ്മി ഓടിയിരുന്ന് അവൻ കണ്ടോണ്ടിരിക്കും. അങ്ങനെ അവനും കരഞ്ഞോണ്ട് എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവൾ അടുത്ത് വരുന്നതിന് മുമ്പേ തന്നെ അവന്റെ കണ്ണങ്ങ് അടഞ്ഞു പോകും. അതിനുശേഷം അവൾ അടുത്തേക്കൊന്ന് കരയുമ്പോഴാണ് അവന് വീണ്ടും ബോധം വന്നിട്ട് ജീവിതത്തിന്റെ അവസാന നിമിഷവും ഞാൻ കാണുന്ന നിന്നെയാന്ന് പറഞ്ഞ് അവൻ സന്തോഷപ്പെടും. അങ്ങനെ അവന് സന്തോഷത്തി അവളുടെ അടുത്ത് ഐ ലവ് പറഞ്ഞോടെ നമ്മുടെ ഡ്രാമ എടുത്തിരിക്കുകയാണ്. ഇതോടെ ഹേജോ മരിക്കുന്നൊന്നും നമുക്ക് കാണിച്ചിട്ടില്ല, കാരണം അതിനുശേഷം രണ്ടുപേരും കൂടെ കാറി പോകുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ അവസാനം വരെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ കാണുന്നു പറഞ്ഞുകൊണ്ട് ഈ ഡ്രാമ എടുത്തിരിക്കുകയാണ്. സോ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് വേറൊരു ഡ്രാമയായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരും കമന്റ് ഇട്ട് വെയിറ്റ് ചെയ്യുക.